ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴയിൽ ഒരു ബോട്ടിങ്ങിന് വേണ്ടി വന്നേക്കാനാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇതുപോലെ ഒരു ബോട്ടിങ്ങിന് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ത്രില്ലടിച്ചിരിക്കുകയാണ് എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു 12 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടോ. 12 മണിക്കാണ് ചെക്ക് ഇൻ ടൈം പറഞ്ഞേക്കണം. അപ്പോൾ ഈ ബോട്ടിലേക്ക് കയറാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് നിങ്ങൾ. ഇതാണ്ട് നമ്മൾ ബുക്ക് ചെയ്തേക്കണ ബോട്ട്. അപ്പോൾ ഇതും പിള്ളേരും എല്ലാവരും ആദ്യം തന്നെ കയറിയിട്ടോ. ഞങ്ങൾ അവസാനമായിട്ടാണ് കയറുന്നത്. കയറിയപ്പോൾ തന്നെ ഞാൻ മൊത്തം ബോട്ടും പോയി ഒന്ന് നോക്കിയിട്ട് എത്ര വലുതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് നല്ല വലുതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഫുഡ് ഏരിയ, ഹോള് പോലത്തെ സെറ്റപ്പ് വരുന്നത് ഇവിടെയാണ് ടോപ്പിലാണ്ടി കാണുന്നത്. പിള്ളേരൊക്കെ അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനെയൊക്കെ എല്ലാത്തിനെയും മേയ്ക്കണം ഇനി. അപ്പോൾ നമ്മുടെ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോയിരുന്നു. അപ്പോഴേക്കും മഴ ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഒരു വല്ലാത്ത കാലാവസ്ഥയാണ്. ഇരുണ്ട് മൂടി കിടക്കുകയാണ്. സൂര്യനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കാണാൻ വലിയൊരു മെനയൊന്നുമില്ല ഇപ്പോൾ വീഡിയോയിൽ. നമ്മുടെ ബോട്ട് അപ്പോൾ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ഇട്ട് വളച്ചെടുക്കാൻ വേണ്ടിയാണ് ബോട്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇത് എടുത്തിട്ടുണ്ട്. സണ്ണി വെതറല്ല, അതുകൊണ്ട് തന്നെ കാണാൻ വലിയ രസമൊന്നുമില്ല. ഒരു ഇരുണ്ട കാലാവസ്ഥയാണ്. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാലാവസ്ഥ. ബോട്ട് ഇത് എടുത്ത് ബോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഒരു രസമില്ല കാണാൻ, അല്ലേ? കാണാൻ ഇത് ക്യാമറയിൽ കൂടെ കാണാൻ രസമില്ല. പക്ഷെ എന്നാലും ഒരു ലൈറ്റ് ഇല്ലാതായിരുന്നു. ഒരു ഇത് സൂര്യനും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടം പോലെ ബോട്ടുണ്ട്. ഇത് 100 ബോട്ടുണ്ടെന്നുള്ളു. ഇഷ്ടം പോലെ ബോട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം പോയിട്ട്. ആ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റൂലേ, കാരണം മഴ കാരണമാണ് ഫ്രണ്ടിലത്തെ വ്യൂ ഒക്കെ അടച്ചു വെച്ചേക്ക് ഇവര്. വേണ്ട കഴിച്ചോ ഗൈസ്. ഇവിടെ പറഞ്ഞ പോലെ 100 ബോട്ട് ഈ കരയിൽ ഇവിടെ കെട്ടി ബോട്ട് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ എടുത്ത് ബോട്ട്. ഇതാണ് ഫ്രണ്ടിലൊരു വ്യൂ. മഴ കാരണം ഇവിടെ ഷീറ്റ് ഇട്ട് അടച്ചൊക്കെ വരിക, തുറക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ ഈ ഒരു കനാൽ പോലെ ഇത് കൂടി ഇങ്ങനെ നേരെ കുറേ വേറെ ബോട്ടുകളും പോകുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പാലം പോലൊരു സംഭവം, പാലമാണത്. എന്താ റെഡ് കളറിൽ ഇരുമ്പിൻ്റെ എന്തോ പാലം പടെന്ന് വെച്ചിട്ടാണ് ഇവിടെ നോക്കിയിട്ട് കാണുന്നത്. ഫ്രണ്ടിലേക്ക് പോയി നോക്കിയിട്ട് നമുക്ക് അപ്പോൾ കാണാൻ പറ്റും കുറച്ചുകൂടി. ഇതാണ് ആ ഇരുമ്പിൻ്റെ പാലം. ഇരുമ്പാണെന്ന് കണ്ടിട്ട് നോക്കാം. പാലങ്ങളുള്ള ഇതാണ് വള്ളത്തിൻ്റെ പുറകിൽ നിന്നുള്ളൊരു വ്യൂ. ഇവിടെ സൈഡിൽ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി. നമ്മൾ ഈ വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആണ് ഇപ്പോൾ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓരോ വള്ളത്തിൽ പണിക്കാരൊക്കെ ഇന്ന് പണിയൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വേറെ കുറച്ച് ആളുകളുണ്ട്. ഇതിൽ അങ്ങോട്ടും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത്. ഇപ്പം ഇപ്പുറത്ത് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് ഡോമാമേ മറിയൂ നേരെ വെച്ചേക്കണം.
ഇവിടെ പല സൈസിലുള്ള ബോട്ടിലുണ്ട് കേട്ടോ. ഈ കാണുന്ന ഹൗസ് ബോട്ട് അത്യാവശ്യം നല്ല വലിയ ബോട്ടാണ്, ഒരുപാട് റൂമുകളുണ്ട് ഇതിൽ. ഞങ്ങളപ്പോൾ വന്നത് ഇവിടെ വലിയ കായലിലോട്ട് എത്തിയിട്ടാ. ഇവിടെ ഒന്നും കാണില്ല, അറ്റൊന്നും കാണുന്നില്ല. ഒരുപാട് ബോട്ടുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണുന്നുണ്ട്, അല്ലാണ്ട് കരയുടെ അപ്പുറമൊന്നും കാണുന്നില്ല. വെതറും അത്ര ശരിയല്ല. അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് കുറച്ച് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതേ നോക്കിയപ്പോൾ ഒരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്, ഇതിലൊക്കെ കയറുന്ന പ്ലാൻ ഉണ്ട്. അപ്പോഴത്തേക്കും എന്താ ഫുഡൊക്കെ റെഡി ആയി വിളിച്ചിട്ട് അവർ കരിമീൻ ഫ്രൈ, ചോറ്, സാമ്പാർ, പയറ്, ക്യാബേജ്, പപ്പടം, സലാഡ്. അപ്പോൾ ഇതാണ്ട് നമുക്ക് കിട്ടിയ ഉച്ചഭക്ഷണം. ഇത് നമ്മുടെ പാക്കേജിന് ഇൻക്ലൂഡഡ് ആണ്. കരിമീൻ ഫ്രൈ, അതുപോലെ ചോറ്, സാമ്പാർ, പപ്പടം, പിന്നെ തോരൻ, അങ്ങനെയുള്ളത്. അപ്പോൾ അതേ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കുറച്ച് വെട്ടവും വിളിച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ബോട്ടുകാരൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറേ ബോട്ടുകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഉറങ്ങാം, ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ കുറച്ച് നേരം ഉറങ്ങാൻ പോകുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറക്കം പാസ്സാക്കാൻ പോവാണ്. ഞാനും ദേ വേറൊരു കുരുത്തം കെട്ടവനും കൂടി ഇവിടെ ഉറങ്ങാനും പോവാണ്. പിച്ചള എന്നെ ഉറക്കാൻ പറ്റില്ല, ഇവന് മൊബൈല് മതി. അപ്പോൾ അതേ ഞാനും ഇതും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ടൂറിൽ അല്ലെങ്കിൽ ഈ ബോട്ടിങ്ങിൽ വന്ന ഏറ്റവും അടിപൊളി ഇവൻ്റാണ് അടുത്തത് വരാനിരിക്കുന്നത്. നമ്മളിതേ ബോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ബോട്ട് ഡ്രിഫ്റ്റ് ചെയ്തോ? ചേട്ടൻ ഡ്രിഫ്റ്റ് ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. മനുഷ്യന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ടില്ല. നമ്മളിത് ബോട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പോവാണ്, സ്പീഡ് ബോട്ടിൽ. എല്ലാവരും ഉണ്ട്. ഇത് 1 2 3 4. ഇപ്പൊ പറക്കും. വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി കിടന്നാണ്. എന്നിട്ട് രണ്ടാമത് പിന്നെ വിളിച്ചിട്ട് ഞാൻ നോക്കിയപ്പോ ഒരാൾ ഓട്ടിക്കപ്പോൾ പതുക്കെയൊന്നും വേണ്ട, സ്പീഡിൽ പൊക്കോ. ഹോണ്ട എഞ്ചിന് ടാറ്റാ. എന്ത് പ്രാർത്ഥിക്കുക. ഫ്രീ വെള്ളമൊക്കെ തെറിക്കണ ലൈവ്. ആഹാ, അപ്പം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ അധികം ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്താണ് ചേച്ചിയിലേക്ക് ബോട്ടിൽ കയറ്റിയതേട്ടാ. പക്ഷെ അളിയൻ പിന്നെ ഒരു പൊളിച്ച്.
ഇങ്ങനെ പേടിക്കല്. മറ്റേ ഗോ അതാണ് നമ്മുടെ ബോട്ട്. എൻ്റെ ഷോർട്സ് നനഞ്ഞു പോയി ഗൈസ്. അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞു കഴിഞ്ഞ് ബോട്ട് റേസ്, സ്പീഡ് റേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കയറാൻ പോവാണ്. അപ്പോൾ ഒരു അഡ്വഞ്ചറസ് സ്പീഡ് ബോട്ടിങ് കഴിഞ്ഞതേക്ക് കയറി വന്നപ്പോഴത്തേ പഴംപൊരിയും ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കുടിക്കാൻ പോകണേണ് എല്ലാവരും. നമുക്ക് ചായ പഴംപൊരിയും കുടിക്കാം. ഫോട്ടോയാ എടുക്കാം. ഞാൻ കുടിച്ച് ഹിന്ദിക്കാരാന്നോ? അപ്പൊ നമ്മുടെ ബോട്ട് ഇവിടെ അടുപ്പിച്ചിട്ടേക്കാണ്. ഇവിടെ ഒരു കടയിൽ പോകാൻ വന്നത് ഈ വഴി ഇങ്ങനെ വരാം. എന്താടാ മേടിക്കണ? ഇവന് ചൂണ്ടുണ്ട് ഇവിടെ 60 രൂപ. അപ്പം നമ്മളിത് 2 ചൂണ്ടയെ കൊണ്ട് മേടിച്ചിട്ടുണ്ട് വൈകുന്നേരം ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് ചൂണ്ടയും അല്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ബോട്ടിൽ കയറിയിട്ടാ. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴാണ് ഒന്ന് ഓണായത് കേട്ടോ. അന്ന് ഉച്ചവരെയും ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നവരെയും അത്ര വലിയ ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു ഓളം വന്നത്. ഇപ്പോൾ ബോട്ടുകളൊക്കെ കൂടുതൽ ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കാഴ്ചകളും അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കസേരയിലേക്ക് ഇരിക്കുകയാണ് കാഴ്ചകളെ കണ്ടിട്ട്. പിന്നെ ബോട്ടിലിരുന്ന് നമ്മളിത് പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണ് കാണുന്നത്. ഈ കായലിൻ്റെ അരികിലുള്ള വീടുകൾ, അതുപോലെ അവിടെ ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തികൾ, കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ പല സൈസിലും പല കളറിലുള്ള പല ബോട്ടുകളും വലുതും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ കേരള സർക്കാരിൻ്റെ നമ്മുടെ ബോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ആ ചേച്ചി ഇപ്പോൾ കരിമീനെ പൊക്കോണ്ടോ എനിക്ക് തോന്നണം. വിളിച്ചു ചോദിച്ചോ? അപ്പം ഞാൻ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഇങ്ങനെ തുണിയൊക്കെ കലക്കിയിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ അഴയൊക്കെ കിട്ടിയിട്ട്. പിന്നെ അവരുടെ തന്നെ വീട്ടിലെ ചെറിയ ചെറിയ വഞ്ചികളും കാര്യങ്ങളും ഒക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, കടകളുണ്ട് ചെറിയ ചെറിയ. അങ്ങനെ കുറേ കാഴ്ചകൾ കാണാം നമുക്ക്. പിന്നെ ഈ ബോട്ട് നമ്മളിങ്ങനെ ഓടിക്കാൻ അത്ര സിമ്പിളല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. ഇതിൽ കയറുന്ന ആളുടെ വെയിറ്റ് അനുസരിച്ച് ഇവിടെ ലോഡ് വരും എന്നാണ് പറയണത്. അപ്പോൾ ഇവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചകളൊന്നും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ സൈക്കിൾ ഔട്ട് ഇങ്ങനെ പോകുന്നുണ്ട് റോഡ് സൈഡിലൂടെ. കുറേ പിള്ളേരൊക്കെ അവിടെ പോകുന്നുണ്ട്. പിന്നെ കുറേ പേരും ചൂണ്ടയിടലാണ്ട മെയിനായിട്ട് ഞാൻ കണ്ടത് ഇങ്ങനെ. പിന്നെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു ബോട്ട് വരുന്നുണ്ട്. ഇത് നല്ല പഴക്കമുണ്ട് ഇതിനൊക്കെ. കളറൊക്കെ കണ്ടാൽ തന്നെ അറിയാം. എല്ലാം കളറൊക്കെ പോയി മങ്ങി കിടക്കുകയാണ്.
എത്തിക്കലോട്ടത്. അതിന്റെ ഒരു സുഖം. റോറോ സർവീസാണ് കൊടുത്ത ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബോട്ട് ഇത് അടുപ്പിച്ചിട്ട് വൈകുന്നേരം 4 മണിയായിപ്പോൾ. അപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ അതേ ഇവിടെ ഒരു ചേട്ടൻ ഇങ്ങനെ പള്ളത്തിനെയൊക്കെ ചൂണ്ടിട്ട് പിടിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതേ വൈകുന്നേരം ചെറിയ ചൂണ്ടിടലൊക്കെ കഴിഞ്ഞ് ഒരു മീനെ 2 മീനൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബോട്ടിൽ തന്നെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ പിറ്റേ ദിവസം ബോട്ട് രാവിലെ ഒരു റൗണ്ടിനും കൂടി റിവേഴ്സ് എടുക്കുന്നതാണ്. ഇന്നലെ വൈകുന്നേരത്തെ ഫുഡിൻ്റെയും കാര്യങ്ങളുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം തിരക്കായി പോയി. അപ്പം നമ്മുടെ പാക്കേജിൽ വരുന്നത് 12 മണിക്ക് ചെക്കിന്, അത് കഴിഞ്ഞ് ഫുഡ് ഉച്ചയൂണാണ് ഉദ്ദേശിച്ചത്. അതിന് ശേഷം വൈകുന്നേരം ചായയും പഴംപൊരിയൊക്കെ കഴിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതിന് ശേഷം വണ്ടി, അതായത് ബോട്ട് പിന്നെ അവർ കൊണ്ടുവന്ന് കെട്ടിയിടും അവിടെ നമ്മുടെ കരയിൽ തന്നെ. അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു റൗണ്ടും കൂടി ഇവർ ഇതുപോലെ നമ്മളെ കൊണ്ടുപോകും 1 മണിക്കൂറിൻ്റെ. അതിന് ശേഷമാണ് നമുക്ക് ചെക്കൗട്ട് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റും കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ പാക്കേജിൽ. റെഡി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നോക്കാം എന്തൊക്കെയുണ്ട്. ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണെന്നാണ് പറഞ്ഞത്. അതെ, ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ. പിന്നെ ഇന്നലെ രാത്രിത്തെ ഫുഡിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അത് തിരക്കിലായിപ്പോയി. പിന്നെ എല്ലാവരുമായിട്ടും സംസാരിച്ചൊക്കെ ഇരുന്നത് മറന്നുപോയി ആ കാര്യം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ, മുകളിലത്തെ ഡെക്കിൽ നിന്നുള്ള വ്യൂ ആണ്ടത്, ടോപ്പ് വ്യൂ. എല്ലാ ബോട്ടുകളും രാവിലത്തെ ഒരു ഒറ്റ റൗണ്ട് അടിച്ചിട്ട് പോകാൻ നിൽക്കുകയാണ്. ഒരു റൗണ്ട് രാവിലെയും കൊണ്ട് ഇവർ ഇതുപോലെ കൊടുക്കും. എന്നിട്ട് 9 മണിയാകുമ്പോൾ ചെക്കൗട്ട് ആവും. നമുക്ക് കഴിക്കാം, കഴിച്ചിട്ട് കാണാം ബാക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കുറച്ച് പേരും കൂടി ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. ഇന്നലെ വന്ന ആ ചേട്ടൻ തന്നെയാണ്. നമ്മൾ കുറച്ച് പേരും കൂടി പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാവിലെ വന്നേക്കനെയാണ് പുള്ളി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളിക്ക് പൈസ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി ഓർത്ത് വെച്ച് പുള്ളി നമ്മുടെ അടുത്തേക്ക് തന്നെ വന്ന് ബോട്ട് കണ്ടുപിടിച്ച്. അപ്പോൾ അതേ ഇവരുടെ സ്പീഡ് ബോട്ട് റൈഡും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ പാക്കേജ് ഏകദേശം കഴിഞ്ഞു. അതുപോലെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇതുപോലെ പാക്കേജ് നിങ്ങളെടുത്ത് ബോട്ടിങ്ങിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ കോൺടാക്റ്റ് ഷെയർ ചെയ്യാം. നല്ലൊരു പാക്കേജായിരുന്നു ഇവരുടെ. പിന്നെന്താണ്, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ചൂസ്.